ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഉത്സവപ്പറമ്പിലും അതുപോലെ തന്നെ പെരുന്നാളിനുമെല്ലാം കിട്ടുന്ന കപ്പ മുറുക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു കപ്പ എടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. ഇനി ഇത് സാധാരണ നമ്മൾ ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടെല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് പോലെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ 2-3 പ്രാവശ്യം വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇതിലുള്ള മത്തങ്ങ് മാറിക്കിട്ടും. അങ്ങനെ ഒരു 3 പ്രാവശ്യം വെള്ളത്തിലിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരയ്ക്കാനായിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ കപ്പ മുറുക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത് നല്ല കപ്പയായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കപ്പ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒട്ടും തരയില്ലാണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ അരച്ച ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുത്താലും മതി. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം തീ കുറച്ച് വെച്ചിട്ട് കൈ എടുക്കാതെ ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ കാര്യത്തിലേക്കൊന്നും പോകരുത്. ഇത് ചെറുതായിട്ട് കരിഞ്ഞാൽ പോലും ഒരു വല്ലാത്തൊരു മണമായിരിക്കും. അപ്പം നമുക്ക് പിന്നൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ കപ്പ ഇങ്ങനെ ചെറുതായിട്ട് വെന്ത് വന്നിട്ട് അടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് കട്ട പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വെള്ളം വറ്റിയിട്ട് കട്ടിയുള്ളൊരു കുഴമ്പ് പരുവത്തിലാകുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇതേപോലെ തിക്കായിട്ട് വരണം. ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ട് കപ്പ വെന്തൊരു മണവും കൂടി വരുന്നുണ്ടാവും. ഇത് കറക്റ്റ് പാകമാണ്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്കിത് തണുപ്പിക്കാനായിട്ട് വയ്ക്കാം. കുറച്ച് തണുത്തതിന് ശേഷമാണ് നമ്മളിത് മുറുക്കിൻ്റെ ഷേപ്പിലേക്ക് മാറ്റുന്നത്. ഒത്തിരി അങ്ങ് തണുക്കണ്ട, നമുക്കൊന്ന് എടുക്കാൻ പറ്റുന്ന പരുവാക്കി വെച്ചാലും മതി. ഒരു ചെറിയ ചൂടുള്ള സമയത്ത് മുറുക്കിൻ്റെ ഷേപ്പിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. മുറുക്കിൻ്റെ ഷേപ്പിലേക്ക് ഇത് 2 രീതിയിൽ മാറ്റാം. ഒന്നുകിൽ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇത് നിറച്ച് കൊടുക്കാം. ഞാനിപ്പം ഈ മാവ് ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ കൈകൊണ്ട് നല്ല തിക്കായിട്ട് പിടിക്കണം. എന്നിട്ട് അറ്റത്തൊരു ചെറിയ ഹോൾ ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി എണ്ണ തേച്ചൊരു പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് ഇതേപോലെ വട്ടത്തിൽ മാവ് ചുറ്റിച്ചെടുക്കണം. എന്നിട്ട് വെയിലത്ത് വെച്ചിട്ട് ഒരു 5 ദിവസത്തോളം നന്നായിട്ടിത് ഉണക്കിയെടുക്കണം. ഒരു ഭാഗം നന്നായിട്ട് ഉണങ്ങി വരുമ്പോഴേക്കും നമുക്കിത് തിരിച്ചിട്ട് നന്നായിട്ട് മറ്റേ ഭാഗവും കൂടി ഉണക്കിയെടുക്കാം. നമ്മളിത് എവിടെ വെച്ചിട്ടാണോ ഉണക്കുന്നത് അവിടെ വെച്ച് തന്നെ ഇതേപോലെ ചുറ്റിച്ചെടുത്താൽ മതി. പിന്നെ രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ, നമ്മൾ ഈ മാവ് പ്ലാസ്റ്റിക് കവറിൽ നിറയ്ക്കുന്നതിന് പകരം ഇടിയപ്പത്തിൻ്റെ അച്ചിൽ പക്കാവടയുടെ ചില്ലിട്ടിട്ട് നിറച്ചിട്ട് ഇതേപോലെ തന്നെ ചുറ്റിച്ചെടുത്താലും മതി. പക്ഷേ കുറച്ചുകൂടി നല്ലത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നതാണ്. നമ്മളൊരു 5 ദിവസം നന്നായിട്ടിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മുറുക്കെല്ലാം നല്ല പാകത്തിന് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു ചട്ടിയിലേക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മുറുക്ക് ഓരോന്നായിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് 2 ഭാഗവും നന്നായിട്ട് വറുത്തെടുക്കാം. ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു മുറുക്കാണിത്. സാധാരണ നമുക്കിത് കടയിലൊന്നും അങ്ങനെ കിട്ടാറില്ല. ഉത്സവത്തിനും പെരുന്നാളിനും ഒക്കെ മാത്രമേ ഇത് കിട്ടാറുള്ളൂ. മുറുക്ക് നന്നായിട്ട് വെന്തൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മുറുക്കും വറുത്തെടുക്കണം. കുറച്ച് കൂടുതൽ കപ്പ മുറുക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതേപോലെ വറുത്തെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ സൂപ്പറായിരിക്കും. ഈ കാണുന്ന മുറുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ പക്കാവടയുടെ ചില്ലിട്ട് ചുറ്റിച്ചെടുത്തതാണ്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് മുറുക്ക് കിട്ടുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരെണ്ണം ഇങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് കവറിൽ നിറച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ മുറുക്കെല്ലാം പാകത്തിന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റ് ഉള്ളതുമായൊരു മുറുക്കാണിത്. എല്ലാവരും ഇതേപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.